ആദ്യത്തെ ചോദ്യം, നീതിയെ സംബന്ധിക്കുന്നത് എന്ന അർത്ഥം വരുന്ന പദമേത്? നീതിയെ സംബന്ധിക്കുന്നത് എന്ന അർത്ഥം വരുന്ന പദമേത്? ഓപ്ഷൻ എ നൈതികം. അടുത്ത ചോദ്യം, ധനാശി പാടുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം? ധനാശി പാടുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം? ഓപ്ഷൻ ഡി അവസാനിപ്പിക്കുക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ ബി എനിക്ക് 10 തേങ്ങ വേണം. അടുത്ത ചോദ്യം, ഉന്നമ്രം എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഉന്നമ്രം എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻ സി പ്ലസ് നമ്രം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ആമയുടെ പര്യായമായി വരുന്ന പദമേത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആമയുടെ പര്യായമായി വരുന്ന പദമേത്? ഓപ്ഷൻ ബി കച്ചപ്പം. അടുത്ത ചോദ്യം, ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ എന്നതിൻ്റെ യഥാർത്ഥ പരിഭാഷ? ഓപ്ഷൻ ഡി നിങ്ങൾക്ക് ഒരു സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തിജ്വലിക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചനത്തെ സൂചിപ്പിക്കാത്ത പദം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചനത്തെ സൂചിപ്പിക്കാത്ത പദം ഏത്? ഓപ്ഷൻ സി സ്വാമികൾ. അവരജൻ എന്ന പദത്തിന്റെ വിപരീതം ഏത്? അവരജൻ എന്ന പദത്തിന്റെ വിപരീതം ഏത്? ഓപ്ഷൻ എ അഗ്രജൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ എ ഉദ്ഗ്രഥിതം. ലാസ്റ്റ് ചോദ്യം, ഭഗിനി എന്ന പദത്തിന്റെ പുല്ലിംഗ രൂപമാണ്? ഓപ്ഷൻ ഡി ഭ്രാതാവ്. എല്ലാവർക്കും എൻ്റെ ക്ലാസ് ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.